നാം ബാല്യകാലത്തിൽ കളിച്ചുകൊണ്ടിരുന്ന പാവക്കുട്ടികളെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബാല്യത്തിന്റെ ചാബല്യത്തിലാണെങ്കിൽ പോലും അവയിൽ ചില പാവകൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അദൃശ്യ ശക്തികൾ ഉണ്ടായിരിക്കുമോ എന്ന സംശയം നമ്മളിൽ പലരുടെയും മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടായിരിക്കാം. ചില പാവകളെ കേവലം തുണിത്തുണ്ടുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച കളിപ്പാവകളായി കാണാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു പാവയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ലോകമെമ്പാടുമുള്ള ഡോൾ കളക്ടേഴ്സിന്റെ മനസ്സിൽ ഭയം വിതച്ച് ഇന്നും വീടുകളിൽ പലരുടെയും ഷോക്കേസിനുള്ളിൽ നമ്മെ നോക്കി വികൃതമായി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ലബൂബു എന്ന ഹോണ്ടഡ് ഡോൾ. വെൽക്കം ബാക്ക് ടു ദി സീക്രട്ട് ബുക്ക്. ലബൂബു എന്ന പാവയെ ആദ്യമായി പുറത്തിറക്കുന്നത് ചൈനീസ് ബ്രാൻഡ് ആയിട്ടുള്ള പോപ്പ് മാർട്ട് ആണ്. 2008 ഇതിന്റെ ആദ്യ കളിപ്പാട്ട സീരീസുകൾ പുറത്തിറങ്ങിയെങ്കിലും ഇവ ലോക പ്രശസ്തമാകുന്നത് 2019, 2020 കാലഘട്ടങ്ങളിലാണ്. മറ്റുള്ള കളക്ഷൻ ഡോളുകളെ പോലെ ഒരു ക്യൂട്ട് ഫേസ് ഡോൾ ആയിരുന്നില്ല ലബൂബു എന്ന് പറയുന്നത്. വലിയ കണ്ണുകളും കൂർത്ത ചെവിയും ഡെവിളിഷ് സ്മൈലോട് കൂടിയിട്ടുള്ള ഒരു ക്രീപ്പി ഡോൾ ആയിരുന്നു. കാണുമ്പോൾ തന്നെ ഇന്നസെന്റ് ബട്ട് ക്രീപ്പി എന്നൊരു ഫീലാണ് ഈ ഒരു പാവക്കുട്ടിയെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. ലബൂബുവിന്റെ ഡിസൈനേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വി ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് എ ഫാന്റസി ക്രിയേച്ചർ, അതായത് കേവലം ഒരു ഫാന്റസി ക്രിയേച്ചറിന് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലബൂബു എന്ന പാവയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു ക്രീപ്പി ഡിസൈൻ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. എന്നാൽ ആളുകൾ പറഞ്ഞത് ലബൂബു നമ്മെ നോക്കി ചിരിക്കുന്ന ഒരു ദുഷ്ടാത്മാവിന്റെ പ്രതിരൂപമാണ് എന്നായിരുന്നു. കേവലം മനുഷ്യ മനസ്സിന്റെ ഭയമാണ് എന്ന രീതിയിൽ ഈ ഒരു കോൺസ്പിറസി തിയറീസ് എല്ലാം തള്ളിക്കളയുകയാണ്. എന്നാൽ മാസങ്ങൾ കഴിയെ ലബൂബു എന്ന പാവക്കുട്ടിയുടെ പേര് ലോകമൊട്ടാകെ വീണ്ടും ഉയരാൻ ആരംഭിക്കുകയാണ്. ലബൂബു എന്ന പാവക്കുട്ടിയെ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുപോയ പല ആളുകളും ഒരുപാട് വിചിത്രവും പേടിപ്പെടുത്തുന്നതുമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ആരംഭിച്ചു. ഒരമ്മ പറഞ്ഞു തന്റെ കുഞ്ഞ് രാത്രികാലങ്ങളിൽ കരഞ്ഞുകൊണ്ട് ഉണരുന്നു. അവൻ പറയുന്നത് ആ പാവ തന്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ചിലർ പറഞ്ഞു തങ്ങൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു പാവയെ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും സ്ഥാനം മാറിയാണ് അതിനെ കാണപ്പെടാറുള്ളത് എന്ന്. CCTVയിൽ പോലും ലബൂബു എന്ന പാവക്കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള അനക്കങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള വീഡിയോ യൂട്യൂബ് പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പല ആളുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ കൃത്യമായിട്ടുള്ള സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ലോകമൊട്ടാകെ ഭയമുളവാക്കിയ ഒരു വീഡിയോയായിരുന്നു അതെന്ന് പറയുന്നത്. കൂടാതെ രാത്രികാലങ്ങളിൽ ചെറിയ രീതിയിലുള്ള ചിരികൾ കേട്ടതായും പല ആളുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രാചീന ഗ്രന്ഥങ്ങളിലെയും സംസ്കാരങ്ങളിലെയും സമാന കഥകളെ പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ഒരു വിശ്വാസം ലബൂബു എന്ന പാവയെ മാത്രം ബന്ധപ്പെട്ട ഒന്നല്ല. പാവകൾക്ക് ജീവനുണ്ട് എന്ന വിശ്വാസത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ചില ഉദാഹരണങ്ങളാണ് ജപ്പാനിലെ ഓക്കിക്കു ഡോൾ. 100 വർഷമായി സൂക്ഷിക്കുന്ന ഈ ഒരു പാവയ്ക്ക് സ്വയം വളരുന്ന മുടിയുണ്ടെന്ന് ഇന്നും അവർ വിശ്വസിക്കുന്നു. കൂടാതെ അമേരിക്കയിലെ ലോക പ്രശസ്തമായിട്ടുള്ള അനബൽ ഡോൾ 1970കളിൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേഴ്സ് ആയിട്ടുള്ള വാറൻ ദമ്പതികളുടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു. അനബൽ എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടിയെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരിക്കാം. അനബൽ എന്ന് പറയുന്ന ഈ ഒരു പാവയെ ചില്ലുകൂടിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ഡാൻ റിവേര എന്ന് പറയുന്ന വ്യക്തി ഹോട്ടൽ റൂമിനുള്ളിൽ യാദർശികമായി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇവയ്ക്കെല്ലാം പുറമെ ഇന്ത്യയിൽ പോലും ഒട്ടനവധി പിശാചു കുടുങ്ങിയ കളിപ്പാട്ടങ്ങളെ പറ്റി ഗ്രാമകഥകളിൽ പ്രതിപാദിക്കാറുണ്ട്. ലബൂബു എന്നതും ഇന്ന് അത്തരത്തിലുള്ള ഒരു കളിപ്പാട്ടമായി ലോകമൊട്ടാകെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്രയധികം അനുഭവങ്ങൾ ലോകമൊട്ടാകെ പടർന്നെങ്കിലും ലബൂബു എന്ന് പറയുന്ന പാവക്കുട്ടിയെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുന്ന 10,000-കണക്കിന് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. എത്ര ക്രീപ്പി ആയാലും ലബൂബുവിനെ ഒരു ഭ്രമത്തിന്റെ പുറത്ത് ആളുകൾ വാങ്ങി സൂക്ഷിക്കാറുണ്ട്. ലിമിറ്റഡ് എഡിഷൻ ലബൂബു ഏകദേശം $1000 വിലയ്ക്ക് വരെ വിറ്റുപോയിട്ടുണ്ട്. ആളുകൾ വിശ്വസിക്കുന്നത് ലബൂബു എന്ന് പറയുന്ന പാവ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും നമുക്ക് ലക്ക് കൊണ്ടുവരുന്ന ഒരു പാവക്കുട്ടിയാണ് എന്നാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലബൂബു എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടിയെ ഭാഗ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പല ആളുകളും വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഇന്നും പല ആളുകളും പറയുന്നത് ഇതൊരു ശപിക്കപ്പെട്ട പാവ തന്നെയാണ് എന്നാണ്.
ലബൂബു എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടിയെ ബേസ് ചെയ്ത് നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ പറ്റിയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഹോങ്കോങ് യൂട്യൂബർ തന്റെ ലബൂബു ഡോളിനെ രാത്രി അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാവക്കുട്ടിയുടെ കണ്ണുകളിൽ വിചിത്രമായ രീതിയിലുള്ള തിളക്കവും അതുപോലെ തന്നെ ക്യാമറ ഗ്ലിച്ചും അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള നോയ്സസും കണ്ടതായിട്ട് അവകാശപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നു ലബൂബു എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടി CCTVയുടെ ഭാഗത്തേക്ക് തല തിരിഞ്ഞ് നോക്കുന്നതായിട്ട് അവർ കണ്ടിട്ടുണ്ട് എന്ന്. അതോടൊപ്പം തന്നെ മറ്റു ചിലർ അവകാശപ്പെടുന്നത് ലബൂബു എന്ന് പറയുന്ന ഈ ഒരു പാവക്കുട്ടിയെ അവർ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റന്നാൾ അതേപോലെ തന്നെ ആ ഒരു പാവക്കുട്ടി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിന്റെ സത്യാവസ്ഥകൾ എന്താണെന്നുള്ളത് ഇന്നും ആർക്കും കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശാസ്ത്രീയമായിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് വിശദീകരണങ്ങൾ ഉണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ഇത് പരൈഡോളിയ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ആണ്. അതായത് മനുഷ്യർക്ക് ജീവനില്ലാത്ത വസ്തുക്കളിൽ ഫേസസ്, ഇമോഷൻസ്, മൂവ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ തോന്നുന്ന ഒരു ടെൻഡൻസി. അതായത് ലബൂബു എന്നത് ഒരു സാധാരണ പാവയാണ്. എന്നാൽ അതിന്റെ ക്രീപ്പി ഡിസൈൻ കാരണം മനുഷ്യർ തന്നെ മനസ്സിൽ ഭ്രമം സൃഷ്ടിക്കുന്നതാണ് എന്നാണ്. എന്നാൽ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നോട്ട് എവറിതിങ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് സയന്റിഫിക്കലി എന്ന വാദവും ഉന്നയിക്കുന്നു. അവസാനം ഈ സംശയങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ഒരൊറ്റ ചോദ്യത്തിലേക്കാണ്: ലബൂബു എന്നത് വെറും ഒരു ക്രീപ്പി ഫാന്റസി ഡോൾ മാത്രമാണോ, അതോ നിങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ആത്മാവിന്റെ സാന്നിധ്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.